പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ ആഹദല്ലാഹ ലൈൻ ആതാന. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യുകയും ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് അവനുമായി കരാർ ചെയ്ത ചിലരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവരുടെ സമ്പത്ത് ദാനം ചെയ്താൽ പറഞ്ഞാൽ അവർ എന്ത് പറയും? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ തരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നൽകും. ഇപ്പം നമ്മുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ ദാനം നൽകുന്നില്ല, സക്കാത്ത് നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരും അവരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ, എൻ്റെ കയ്യിൽ പണം ഉണ്ട്, ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ പറയും. പക്ഷെ പണം ഉണ്ടെങ്കിലും അവരുടെ അവസ്ഥ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പല ആൾക്കാർ ചിലപ്പോൾ ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധപ്പെടുത്തുന്നില്ല. മനസ്സിലായി? 1-ാം നമ്പർ പത്രത്തിൽ കാണാം, ലോട്ടറി ഇന്ന സ്ഥലത്ത് വിറ്റ ടിക്കറ്റിന്, ചെറുവണ്ണൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ലഭിച്ചത് എന്ന് പറയും. ആളെ കിട്ടൂല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേപ്പറിലുണ്ടാവും ആൾ ഹാജരായി, ലോട്ടറി ടിക്കറ്റ് ഹാജരായി, ആളെ പേര് പ്രസിദ്ധപ്പെടുത്തുന്നില്ല, ടിക്കറ്റ് ഇന്ന സ്ഥലത്ത് ബന്ധപ്പെട്ടു, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ എന്താണ്, ഇവർ ജനങ്ങൾ പൈസ ചോദിച്ചു വരുന്നതിന് മുമ്പ് ഒരു ലോട്ടറി അടിച്ചിട്ട് എല്ലാ വീട്ടുകാരും അയാളെ വീട്ടിലേക്ക് വന്നിട്ട് അധികാരത്തോടു കൂടി നമുക്ക് പൈസ തരാൻ കഷ്ടപ്പാടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. 2 കോടി ലോട്ടറി അടിച്ചു. 2 കോടി അടിച്ചു കഴിഞ്ഞാൽ 1 കോടിയൊക്കെ കിട്ടുള്ളൂ. ബാക്കി 1 കോടി ടാക്സൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ആൾക്കാർ അധികാരത്തോടു കൂടി, അയാൾക്ക് വെറുതെ കിട്ടിയല്ലേ പൈസ, 50 രൂപ കൊടുത്ത് കിട്ടിയതല്ലേ, ഞങ്ങൾക്ക് തന്നൂടെ, അങ്ങനെ അധികാരത്തോടു കൂടി അയാളുടെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കേൾക്കുന്നത് അയാൾ ഗേറ്റ് അടച്ചിടുകയും നാട് വിട്ട് പോകേണ്ടി വരികയൊക്കെ അവസ്ഥയൊക്കെ വന്നു. സ്വന്തം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരനാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് പോകാൻ പോലും കഴിയാത്ത, എല്ലാവരും പണം വായ്പ ചോദിക്കുക. അതുകൊണ്ട് അയാൾ പിന്നെ ജോലി ഉപേക്ഷിച്ചു, അവിടുന്ന് വീട് വിട്ട് പോകേണ്ടി പല ബുദ്ധിമുട്ടും വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തുന്നില്ല, ഇന്ന സ്ഥലത്ത് നിന്ന് വിറ്റ ടിക്കറ്റാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം ചിലർക്കുള്ള ഇതാണ്, ഈ ലോട്ടറി കിട്ടിയ ആൾക്കാരൊക്കെ, ഈ മറച്ചു വെക്കുന്ന ആൾക്കാരൊക്കെ മുമ്പ് എന്താണ് പറയുക, ഞാൻ പണം കിട്ടിയാൽ അതാക്കും ഇതാക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പോൾ അയാൾ പറയും, ഞാൻ പൈസക്കാരനായി, ഞാൻ അതാക്കും ഇതാക്കും മറ്റേതാക്കും മറിച്ചാക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയും, ഒന്നും ചെയ്യലുണ്ടാവില്ല, പണം കിട്ടി കഴിഞ്ഞാൽ പൂത്തി വെക്കും. അപ്പോൾ എല്ലാവരും അവസ്ഥ അങ്ങനെ. ചുരുക്കം ചെയ്ത് ഒഴിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖലീഫ, അങ്ങനെ ചില മഹാന്മാരൊക്കെ ഒഴിച്ച് അധികം പേരും. ഹൈന്ദവ മതത്തിലും ക്രിസ്തു മതത്തിലൊക്കെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാരുണ്ടാവും. ബാക്കി മഹാഭൂരിപക്ഷം ആൾക്കാരും കിട്ടുന്ന പൈസ പൂത്തി വെക്കും. അത് നമുക്ക് എന്ത് നേട്ടമുണ്ടാക്കാം, തനിക്കും തൻ്റെ കുടുംബത്തിനും എന്ത് നേട്ടമുണ്ടാക്കാനും, അത് ആ പണം ഇരട്ടിയായി കിട്ടാനും എന്തൊക്കെ വകുപ്പുണ്ടോ അതൊക്കെ അവർ നോക്കുക ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നു. അള്ളാഹു അനുഗ്രഹത്തിൽ നല്ലത് നൽകുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പം ഇതൊക്കെ ഒരു കപടവിശ്വാസികളുടെ ലക്ഷണമാണത്. ശരി, പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും പള്ളിയിൽ കത്തി പറയാം, എല്ലാവരും ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, എല്ലാവരും പണം വിടണമെന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയാൽ കൊടുക്കുക, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും, ഒഴിവ് പറയും. അങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക. നമ്മുടെ കയ്യിലുള്ള പണം എത്രയായാലും 10 രൂപ 5 രൂപ, അത് അൽഹംദുലില്ലാ, അതൊരു ഹൈറാണ്, അത് മറ്റുള്ളവർക്ക് പ്രയോജനമാണ്. നമ്മൾ ബക്കറ്റിലേക്ക് 5 രൂപയാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല, കുറഞ്ഞ പൈസയുള്ള ആ പൈസയിൽ നിന്ന് 5 രൂപ എടുത്തിട്ടാൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. കാരണം അയാൾ പൈസ അപ്പോൾ നമ്മളിവിടെ ഇട്ടെ എന്ന ചിന്ത വരും. അപ്പോൾ നമ്മൾ പണക്കാരനാവാൻ വേണ്ടി കാത്തിരിക്കരുത്, നമ്മൾ കിട്ടുന്ന ചെയ്യുക. മനസ്സിലായില്ലേ? എന്താണോ, ഇപ്പോൾ നമ്മളെ പണം കൊണ്ടല്ല അവർ വീടുണ്ടാക്കുന്നതും അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നതൊന്നും. നമ്മളൊരു ഭാഗഭാക്കാവും, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം കിട്ടും. അതുപോലെ തന്നെ ഏത് കള്ള് കുടിയാനോ മറ്റോ ആര് വന്നാലും നമ്മൾ പണം ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കുക. കള്ള് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. അല്ലാതെ അപ്പം ഒരു വ്യക്തി വന്ന് പണം ചോദിച്ചു, അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇയാൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ കള്ള് കുടിക്കും എന്ന് കരുതി നമ്മൾ കൊടുക്കാതിരിക്കരുത്. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു വ്യക്തി, എൻ്റെ അറിവിൽപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ അയൽവാസിയായിരുന്നു. അയാൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരോടും വിളിച്ചിട്ട്
പൈസ ചോദിക്കും. പള്ളിയിൽ ഇങ്ങനെ ചാരി ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തിരിക്കും. എന്നിട്ട് മോനെ അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ഒരു ചായ പൈസ തരണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, അയാൾക്ക് മകനൊക്കെ ഉണ്ട്, പൈസ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അന്ന് തന്നെ എനിക്ക് കമ്പനിയിൽ പോയി. ഞാൻ പണിയെടുക്കുന്ന കമ്പനിയിൽ എനിക്ക് കൈ നഖം വിരൽ ഒരു ചുമേൻ്റെ ഉള്ളിൽ കുടുങ്ങി ചെറിയൊരു പരിക്ക് പറ്റുകയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി ഇയാളുടെ അതിർത്തി പറ്റിയതായിരിക്കും, ഇയാൾ ഇഷ്ടക്കേട് പറ്റിയതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അവരെന്ത് വേണം ചെയ്തോട്ടെ. നമ്മൾ പണം കടം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം ചോദിക്കുക, നമ്മളത് സന്തോഷപൂർവ്വം കൊടുക്കുക. അതിലൊക്കെ ഒരു നന്മയുണ്ട്. മനസ്സിലായി, നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. അവരെന്ത് ചെയ്താലും നമുക്കൊരു സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. ആരെന്ത് ചോദിച്ചാലും ഒരു പൈസ നമ്മൾ കൊടുക്കുക. അതല്ലേ ഇതല്ലേ നമ്മൾ നീട്ടിവെക്കരുത്. എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ടൊരു വീട്ടിൽ, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ്, കുളിച്ച് കഴിഞ്ഞിട്ട് വരാം, നിങ്ങളൊന്ന് പോയി പോന്നോളി എന്ന് പറഞ്ഞു. ഇയാൾ ഒഴിവാക്കി. അപ്പോൾ കുളിക്കാൻ പോയാലും ഭാര്യനോട് വിളിച്ച് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമായിരുന്നു. പലതവണ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആരും വന്ന ഭിക്ഷക്കാർ വന്നാൽ ഒഴിവാക്കുന്നത്, ഓരോ കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒഴിവാക്കാതിരിക്കുക. ആരെയും നമ്മൾ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ തുക നമ്മൾ കൊടുക്കുക. ദാനം ചെയ്യുന്ന വലിയ പുണ്യകർമ്മമാണ്. പിന്നെ പറയാം, എന്നിട്ട് അവൻ അവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ അവർ അതിൽ നിന്ന് പിശുക്ക് കാണിക്കുകയും അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു നമുക്ക് എന്തെങ്കിലും നൽകിയാൽ കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തപ്പോഴും അവരെന്ത് ചെയ്തു, തിരിഞ്ഞു കളയും, പിശുക്ക് കാണിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്തു. അതാണ് ഒരവസ്ഥ. ഒരു വലിയത് പറയും, അള്ളാഹു തരികയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു, അതാക്കുമായിരുന്നു, ഇതാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു കൊടുത്തപ്പോൾ അവർ തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ പറയാം, അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം, ന്യായവിധിയുടെ ദിവസം വരെ അവരുടെ ഹൃദയങ്ങളിൽ കാപട്യമുണ്ടായിരിക്കുക എന്നതാണ് അതിൻ്റെ അനന്തരഫലമായി അവൻ അവർക്ക് നൽകിയത്. അള്ളാഹുവോട് അവർ ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചതുകൊണ്ടും അവർ കള്ളം പറഞ്ഞിരുന്നത് കൊണ്ടുമാണത്. അപ്പോൾ അള്ളാഹുവിനുമായിട്ട് കണ്ടുമുട്ടുന്ന ദിവസം അവരുടെ ഹൃദയത്തിൽ കാപട്യമുണ്ടായിരിക്കുക. കാപട്യമുള്ള ഹൃദയവുമായിട്ടാണ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടെത്തുക. അള്ളാഹു അവർ ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചത് കൊണ്ടും അവർ കള്ളം പറഞ്ഞു. അള്ളാഹുവിടെ അവർ ചെയ്ത വാഗ്ദാനം വെച്ചാൽ, അള്ളാഹുവിടെ ചെയ്ത വാഗ്ദാനം വെച്ചാൽ രണ്ട് വാഗ്ദാനം. ഇവിടെ ഒരു വാഗ്ദാനം നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്താണ്, പൈസ കിട്ടിയാൽ നമ്മൾ കൊടുക്കും, അല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ കിട്ടിയാൽ നമ്മൾ കൊടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ഇത്. പിന്നെ അതല്ലാതെ മറ്റൊരു വാഗ്ദാനം കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും ആദമിൻ്റെ മുതുകിൽ നിന്നുള്ള പുറത്തെടുത്തിട്ട്, ഞാനല്ലേ നിങ്ങൾ റബ്ബ്, നിങ്ങൾ എനിക്ക് ആരാധിക്കില്ലേ, ഞാൻ പറഞ്ഞതനുസരിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാനടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഇനി ജനിക്കാനുള്ള മനുഷ്യരും ഒക്കെ പറഞ്ഞു, അതെ, നീ തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടവരായിരിക്കും, നിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് ഞങ്ങൾ അനുസരണമുള്ള ദാസന്മാരായിരിക്കും എന്നൊക്കെ നമ്മൾ കരാർ എടുത്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ആ കരാർ അള്ളാഹു ഉൾക്കൊണ്ട ശേഷം വീണ്ടും നമ്മളെ ചെറിയ അണുക്കളാക്കി പിന്നെ ആ നബിയുടെ മുതുകിലേക്ക് ആ അണുക്കളെ പ്രവേശിച്ചു. എന്നിട്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. അപ്പം ആദമിൻ്റെ മുതുകിൽ പിന്നെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും അണുക്കൾ, അതുകൊണ്ടാണ് നമ്മൾ ശുക്ലത്തിൽ എത്രയോ മില്യൺ കണക്കിന് ഇത് വരുന്നത്, പുംബീജങ്ങൾ. എന്നിട്ട് ഒന്ന് മാത്രമേ അത് കുഞ്ഞായി വീഴുന്നുള്ളൂ. അപ്പം ഞാനെങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഇത്രയൊക്കെ പുംബീജങ്ങൾ, ഒന്ന് പോരെ? അപ്പം അള്ളാഹു നൽകിയ കരാർ ചെയ്ത ആ മനുഷ്യരൊക്കെയാണ് പുംബീജമായിട്ട് വരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ഈ കരാർ ചെയ്ത മനുഷ്യന്മാരുടെ അണുക്കളൊക്കെ ആ മകനിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, അല്ലേ? ഇപ്പം തന്നെ ലോകത്ത് എത്രയാണ് 850 കോടി മനുഷ്യന്മാരുണ്ട്. അപ്പോൾ എത്ര കോടി ഉണ്ടാവും? 600 മുതൽ ഇപ്പോൾ എത്ര കോടി ഉണ്ടാവും? തൽക്കാലം 1,00,000 കോടി മനുഷ്യരുണ്ട് എന്ന് കൂട്ടാം. 1,00,000 കോടി മനുഷ്യരുടെയും അണുക്കൾ എന്തായിട്ടുണ്ടാവും?
പിന്നെ ആദം നബിക്ക് 80 മക്കളാണെന്ന് പറയുന്നുണ്ട്. 40 പ്രസവത്തിലായിട്ട് ഓരോ പ്രസവത്തിൽ 2 മക്കളായിട്ട് 80 മക്കൾ, 40 മക്കളാണെന്നും പറയുന്നുണ്ട്. 20 പ്രസവത്തിലായിക്കൊണ്ട് 40 മക്കളാണെന്നും പറയുന്നുണ്ട്. ഇപ്പം 40 മക്കളാണെന്ന് വെക്കുക. ഇപ്പം മുഴുവൻ 40 മക്കളിലേക്കും ഈ മുഴുവനും ഈ പുംബീജങ്ങൾ പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവരുടെ മക്കൾ എന്ത് ചെയ്യും? പിന്നെ എണ്ണം കുറഞ്ഞിട്ട് പോയി. 1,00,000 40 കുറഞ്ഞ ശേഷമുള്ള അണുക്കളാണ് ഇവരെ ഇതിലേക്ക് പോകുന്നത്. ഇവരെ മക്കളിലൂടെ പോകും. അങ്ങനെ ഓരോ മക്കൾ പിന്നെ ഭൂമിയിൽ ജനിക്കുന്നതോടുകൂടി എണ്ണം കുറഞ്ഞ് വരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എത്ര ഭൂമിയിൽ അങ്ങോട്ടേക്ക് എത്ര മനുഷ്യന്മാർ വരണം എന്നുള്ള ഇതൊക്കെ ഇപ്പോഴുള്ള പുരുഷന്മാരുടെ പുംബീജങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാറൊക്കെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു. അള്ളാഹു ചോദിക്കും, നിങ്ങളൊരു കരാർ ചെയ്ത് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും ഓർമ്മയുണ്ട്. ഇപ്പം നമുക്ക് ഓർമ്മയില്ല. ഇപ്പം നമുക്ക് അത് നബിയുടെ മുതുകിൽ നിന്ന് പുറത്ത് വന്നിട്ട് കരാറെടുത്തൊരു ഓർമ്മയും നമുക്കില്ല. പക്ഷേ നമ്മൾ മരിക്കാൻ നേരത്ത് അല്ലേ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പല വ്യക്തികളും മരിക്കുന്ന സമയത്തുള്ള രംഗങ്ങൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. പല വ്യക്തികളും മരിക്കുമ്പോൾ എന്തോ ഭീതിപരമായിട്ട് വളരെ പേടിച്ചുകൊണ്ട് പിറകോട്ട് നോക്കുന്ന കണ്ണിങ്ങനെ മറഞ്ഞല്ലേ, പിറകോട്ട് നോക്കുകയും പിന്നെ അങ്ങനെ വട്ടം തിരിഞ്ഞ് മറിഞ്ഞ് വീഴുന്ന ഒരുപാട് മരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, ശിക്ഷയുടെ മാലാഖമാർ വന്ന് പിടിക്കുകയാണ്. അപ്പോൾ അവർ വളരെ ബീഭത്സമായ രൂപത്തിലായിരിക്കും വരിക. അപ്പം എന്നിട്ട് കൈ കൊണ്ട് അടിക്കുന്നുണ്ട്. അതാ രസം. ഇങ്ങനെ ആകുമ്പോൾ എന്തോ ഒന്ന് കാണുന്ന മാതിരി കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടവരെന്താണ്, ഇത് ചുഴലിയാണെടോ എന്നൊക്കെ പറയും. ചുഴലി ഇങ്ങനെ വട്ടം കറങ്ങി വീഴും. പക്ഷേ ചുഴലിയാണെങ്കിൽ കൈ കൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കി എന്തോ ഒരു വസ്തു വന്ന് നിൽക്കുന്ന മാതിരി, ആ വസ്തുവിലേക്ക് നോക്കുന്ന മാതിരി അവിടെ കണ്ണ് കാണുന്നത്. പ്രത്യേക ദിശയിലേക്ക് നോക്കി ആ തലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങിയിട്ടാണ് ആ പിന്നെ എന്തോ ഒരു ജീവി മാലാഖമാർ വരുന്നതെന്ന് തോന്നുന്നു. കാരണം അവരിങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ നോക്കി അവസാനം മറഞ്ഞു വീഴുന്ന ഒരു രംഗങ്ങൾ ഒന്നൊന്നല്ല, ഒരുപാടുണ്ട്. പല വ്യക്തികളും അങ്ങനെയാണ് മരിക്കുന്നത്. ചില വ്യക്തികൾ സാധാരണ കട്ടിലിൽ കിടക്കുന്ന മരിക്കുന്ന വ്യക്തികൾ സാധാരണഗതിയിൽ പിന്നെ ദീർഘശ്വാസം എടുത്ത് മരിക്കുന്നതുണ്ട്. പക്ഷേ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ പുറകിലൂടെ ആരോ വീരനമായി നോക്കും. അങ്ങനെ ആദ്യം ഒച്ച കേട്ട് തിരിയും. പിന്നെ മുകളിൽ നിന്നാണ് ഒച്ച കേൾക്കുന്നതിന് മുകളിലേക്ക് നോക്കും. അപ്പം തിരിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെ കാണാതെ ഒന്നുകൂടി തിരിയും. പിന്നെ നമ്മൾ ശരീരം തന്നെ തിരിയും. അങ്ങനെ ശരീരം തിരിഞ്ഞ് വട്ടം കറങ്ങി മറിഞ്ഞു വീഴുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ ശിക്ഷയുടെ മാലാഖമാർ വന്ന് പിടിക്കുന്നത്. അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവും ആ സമയത്ത്, ഞാൻ ഈ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി സമയം വേണം, ഒരു ദിവസമെങ്കിലും വേണം എന്ന കരാർ പാലിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചോദിക്കണം അവർ. അപ്പോൾ അതുകൊണ്ട് അവർ കൈകൊണ്ട് ഇങ്ങനെ ചിലരൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ആട്ടുന്നത് കാണുന്നത്. ഇപ്പം നായ്ക്കളൊക്കെ പിന്നെ ആട്ടുന്ന മാതിരില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നായ്ക്കൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആട്ടും, അതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്നതൊക്കെ ഉണ്ട് ചില ആൾക്കാർ. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി സമയം തരണം എന്നൊക്കെ പറഞ്ഞ് അവർ കൈകൊണ്ട് ആട്ടുക. അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവും പണ്ട് ചെയ്ത കരാറുകളൊക്കെ. അപ്പോൾ കരാറ് ഇനി പൂർത്തീകരിക്കാൻ ഒരു ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ടാവും. മനസ്സുകളിലൂടെ ടെലിപ്പതി രൂപത്തിലൂടെ ആശയവിനിമയം നടത്തുകയും അപ്പം ഇല്ല, നിൻ്റെ അവസരം കഴിഞ്ഞു, അപ്പോൾ കൈകൊണ്ട് ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രംഗം നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ഈ കരാർ ആ സമയത്ത് മരണസമയത്ത് നമ്മൾ കരാർ ഓർമ്മയാവും. അതോടൊപ്പം നമ്മൾ മരിച്ച് പിന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ മനുഷ്യരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ കരാർ നമുക്ക് ഓർമ്മയാവും. അപ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾ ചെയ്ത കരാർ നിങ്ങൾ പാലിച്ചു എന്ന് ചോദിക്കും. അപ്പം നമ്മളുടെ കാപഢ്യം കാരണം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ കഴിവ് പറയുകയും അള്ളാഹുവിൻ്റെ കനത്ത ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ നാഥ, നീ ഞങ്ങളോട് ചെയ്ത കരാർ നമുക്ക് പരിപൂർണമായും പാലിക്കുവാനും
സമാധാനമടഞ്ഞ ആത്മാക്കളെപ്പോലെ നമുക്ക് മരിക്കുവാനും നിൻ്റെ സന്നിധി എത്തുവാനും സ്വർഗം ലഭിക്കുവാനും നീ നമുക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. ആമീൻ.